മുംബൈയിലെ കാഞ്ചൂർ മാർഗ് വെസ്റ്റിലെ NCH കോളനിക്ക് സമീപമുള്ള അയ്യപ്പ ടെമ്പിളിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ അയ്യപ്പ ടെമ്പിൾ എന്ന് പറയുന്നത് കേരളത്തിന് പുറത്തുള്ള ആദ്യത്തെ പുരാതന അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതി ഭംഗിയും ശാന്തതയും നിറഞ്ഞ ഈ ക്ഷേത്രം പ്രശസ്തമായ ശബരിമല ക്ഷേത്രത്തിൻ്റെ അതേ മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ 108 പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ. അപ്പം ഞങ്ങൾ എല്ലാവരും സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കണേണ്. സ്റ്റെപ്പ് കയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല വീതിയുള്ള സ്റ്റെപ്പുകളൊക്കെ തന്നെയാണ്. പിള്ളേരൊക്കെ നല്ല വേഗത്തിൽ തന്നെ കയറുന്നുണ്ട്. കേരളത്തിലെ ശബരിമലയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പറയാൻ പറ്റണത് ഇവിടെ വർഷം മുഴുവനും ദർശനം സാധ്യമാണ്. ഞാനും പയ്യെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കണേണ്. പിള്ളേരെ പോലെ നമുക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെയാണ്. ഇവിടുത്തെ സമയം എന്ന് പറയണത് മൺഡേ ടു ഫ്രൈഡേ രാവിലെ 5:30 തുടങ്ങി 8:30 വരെയാണ് അമ്പലത്തിൻ്റെ ടൈമിങ്. സാറ്റർഡേയും പിന്നെ സ്പെഷ്യൽ ദിവസങ്ങളിൽ രാവിലെ 5:30 തുടങ്ങി രാവിലെ 11:30 വരെ സമയമുണ്ട്. സൺഡേ രാവിലെ 5:30 തുടങ്ങി 11 മണി വരെയാണ്. പിന്നെ വൈകിട്ടും നട തുറക്കുന്നുണ്ട്. വൈകിട്ട് 5 മണി 5:30 ആകുമ്പോൾ തുറന്ന് 8 മണി വരെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കണതാണ്. ഇതിൻ്റെ ചുറ്റും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിലത്തെ അതേ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ചുറ്റും കാടുകളാണ് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതേ സ്റ്റെപ്പ് കയറി മേളിലേക്ക് എത്തി. ഞാൻ കിതച്ചൊരു വിധമായിട്ടാണ്. അങ്ങനെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമി മാത്രമല്ല പ്രതിഷ്ഠയായിട്ടുള്ളത്. അയ്യപ്പസ്വാമിയെ കൂടാതെ ഗണപതി, പിന്നെ ഭഗവതി, പിന്നെ നാഗദേവതകൾ ഒക്കെ ഇവിടെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഊരി അമ്പലത്തിൻ്റെ അകത്തേക്ക് കടക്കണേണ്. ഇതിൻ്റെ അകത്തുള്ള കൂടുതൽ വീഡിയോകളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ്. ഇവിടെയും ഒരു ഇത് എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലത്തെ ആൾക്കാർ മാത്രമല്ല, ഇവിടുത്തെ ആൾക്കാരും കൂടെ, മുംബൈയിലത്തെ ആൾക്കാർ, ഈ ഹിന്ദിക്കാരൊക്കെ കൂടെ ഇവിടെ പൂജക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരും കുറേ ഇതൊക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആണ് നല്ലൊരു സ്ഥലമാണ്. ഭയങ്കര ശാന്തമായ, എന്ന് വെച്ചാൽ ഫുള്ള് കാടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്ന് പറയണത് ജ്യോതിഷ പ്രവചന പ്രകാരം ഈ സ്ഥലത്ത് പണ്ട് ഒരു വലിയ ദേവീക്ഷേത്രം, ഒരു ചെറിയ അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അത് വിദേശ അധിനിവേശക്കാരാൽ ഈ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും പിന്നെ പൂജാരിമാർ കൊല്ലപ്പെടുകയും ചെയ്തതെന്നാണ് പറയുന്നത്. തകർന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾ ഭക്തർ പിന്നെയും ആരാധന തുടർന്ന് ഇത് ഒരു 1960 ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. കേരളീയ തന്ത്രവിദ്യയും തച്ചുശാസ്ത്രവും അനുസരിച്ച് 1980 ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുത് തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങണേണ്. നമുക്ക് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് ഇറങ്ങാൻ നേരത്തില്ല. ഇറങ്ങാൻ നേരത്ത് നമുക്ക് സിമ്പിളായി വേഗം തന്നെ ഇറങ്ങാൻ പറ്റും. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് നല്ലൊരു ചക്കട മണം വന്നു ഗൈസ്. അപ്പോൾ നമ്മളത് എന്താണെന്ന് നോക്കി ഇങ്ങനെ നിൽക്കണേണ്. അപ്പോഴാണ് അതിൻ്റെ സൈഡിൽ കണ്ടത് നമ്മളെ പനന്നങ്ക്, നമ്മളങ്ങനെയാണ് പറയുക, നിങ്ങളെന്താണ് പറയണതെന്ന് അറിയില്ല. അതിൻ്റെ മരം ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിങ്ങനെ കുറേ അവിടെ വീണ് എടുക്കണുണ്ടായിരുന്നു. അതിൻ്റെ മണമാണ് വന്നത്. അത് പഴുക്കുമ്പോഴുള്ള ആ ഒരു മണം. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് എത്താനായി. അപ്പോൾ പിള്ളേർ ആദ്യം തന്നെ എത്തി. മൂത്താളത് അവിടെ ഇറങ്ങി ക്ഷീണിച്ച് താഴെ ഇരിക്കണേണ്. ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിക്കണേണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി, കാരണം 10 മണിക്ക് നട അടക്കുന്നുള്ളതിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് 11:30 വരെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഫ്രണ്ട് ഭാഗം വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.